ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയേക്കാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പുതിയതായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, നമ്മുടെ വേൾഡിന് എന്താ പേര് കൊടുക്കുക? നമുക്ക് നമ്മുടെ വേൾഡിന് മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് എന്ന് കൊടുത്താലോ, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് സീരീസ് എന്ന് കൊടുക്കാം. നമുക്ക് മൈൻക്രാഫ്റ്റ് സീരീസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫിക്കൽറ്റി ഈസി ഇടാം. ഓക്കെ, ഇനി നമുക്ക് സീഡ് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഞാൻ ഒരു സീഡ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീഡ് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സീഡാണ് ഞാനിവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വേൾഡ്. ഇതാണ് ഞാൻ. ഇനി തൊട്ട് നമ്മളൊരു മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയേക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വുഡ് വേണം. നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. ഫസ്റ്റ് വുഡാണ്. ഫസ്റ്റ് വുഡ് കിട്ടി ഗൈസ്. ഫസ്റ്റ് വുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കും. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫുഡ് നമുക്കിത് ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്ക് ബാക്കി പോയി കളക്ട് ചെയ്യാൻ. എന്നിട്ട് പിന്നെ ഞാൻ ബെഡ്റോക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബെഡ്റോക്ക് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ കൂടുതലും മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് കളിക്കുന്നത് മൊബൈലാണ്. ജാവ പ്ലേയേഴ്സ് കുറവാണെന്നല്ല, മെജോറിറ്റി ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ പിയിലാണ് കളിക്കുന്നത്. അപ്പം അവർക്കൂടെ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബെഡ്റോക്ക് എഡിഷൻ സെലക്ട് ചെയ്തത്. ഇല്ലെങ്കിൽ ജാവ എഡിഷൻ തന്നെ കളിക്കത്തുള്ളായിരുന്നു. എന്തായാലും രണ്ട് ഞാൻ കളിക്കുന്നതാണ്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ബേസിക് ടൂൾസ് ഒക്കെ തുടങ്ങാം. ഇപ്പോൾ ബേസിക് ടൂളായിട്ട് നമ്മളൊരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിനി സ്റ്റോണേജ് പോകാം. ഡയറക്റ്റായിട്ട് ഒരു പിക്കാക്സ് ഉണ്ടെങ്കിൽ അതിനാണ് ഡയറക്റ്റ് ഒരു പിക്കാക്സ് തന്നെ ഉണ്ടാക്കിയത്. അടുത്ത് എവിടെയെങ്കിലും ഒരു കേവ് ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു. ലിറ്റിൽ ഹോഴ്സ് ബ്രോ. നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് കേവ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും കുറച്ച് കുഴിക്കുക. കേവാണ്. ഓക്കെ, ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. ഈ കേവിൽ ഇറങ്ങുന്നതിന് എന്തായാലും അവിടെ നിന്ന് എടുക്കുന്നതാണ്. അല്ല, ഈ കേവിൽ നമുക്ക് ഇറങ്ങാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല. ഇനി അത്യാവശ്യത്തിനുള്ള നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള സ്റ്റോണൊക്കെ കളിച്ചിട്ടുണ്ട്.
ഷീപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് ഷീപ്പിനെ കൊല്ലാം. ഷീപ്പിനെ കൊന്ന നമുക്ക് എന്തായാലും 3 വൂള് വേണം. അടുത്തൊരു ഷീപ്പ് എത്തുന്നു, അവനെ കൊല്ലാം. ഓക്കെ, 2 വൂള് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് 2 കളറാണ്, അത് കുഴപ്പമില്ല. നമുക്ക് കളർ ഡൈ കമ്പൈൻ ചെയ്യാം. നമുക്ക് ഒരേ ഒരു വൂൾ കൂടെ തപ്പേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു എൻഡർമാനുണ്ട് ഗൈസ്, ഈ സൗണ്ട് കിട്ടും. ഗൈസ് തോണ്ട് അവിടെ ഒരു ഷീപ്പ് പോണ്ട്, അവനെ നമുക്ക് പോയി കൊല്ലാം. മൂന്ന് വൂള് ഇട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറാണ്. പക്ഷെ അതിനെല്ലാം നമുക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഷീപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അപ്പം നമുക്ക് ഡൈ എടുക്കണം. ഡൈ എടുക്കുന്നതിന് നമുക്ക് ഫുഡ് സോഴ്സ് ഇല്ല. ഫുഡ് സോഴ്സിന് ഒരു വഴി ഉണ്ടാക്കണം. പിന്നെ ഫസ്റ്റ് നൈറ്റ് വരുവാണ്. അത് എടാ ദാണ്ട വലിയൊരു കേവ്, അങ്ങനെ ഇത് കൊള്ളാം, അടിപൊളിയല്ലേ. ഓ ഇപ്പൊ വീണാണ്. കൊള്ളാം, ഒരു ക്രേറ്റർ വന്ന് വീണത് കൂട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ നിൽക്കുന്ന പൂ പോയി പറിച്ച് ഡൈ എടുക്കണം, എന്നാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾ ഇതുവരെ ആയിട്ട് കോർഡിനേറ്റ്സ് ഓൺ ചെയ്തിട്ടില്ലല്ലേ, അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് കൂടെ ഓൺ ചെയ്തേക്കാം. ഓക്കെ, എവിടെ 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 ഷോ ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ. ഓക്കെ, 2 നമ്മൾ ഉണക്കിയിട്ടുണ്ട്. നമുക്ക് പോയി ഫ്ലവർ പറിക്കാം. ഒരേ ടൈപ്പുള്ള 3 ഫ്ലവറെങ്കിലും വേണം. ഒരേ ടൈപ്പുള്ള 2 ഉള്ളൂ. ഇത് ഇവിടെ നട്ടു വെച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് തന്നെ എടുക്കാം. അല്ല, ഇതിനകത്ത് നിന്ന് വൈറ്റ് ഡൈ അല്ലേ കിട്ടുന്നത്, അപ്പം നമുക്ക് അല്ല ലൈറ്റ് ഗ്രേ ഡൈ ആണ് കിട്ടുന്നത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് 3 കേൾക്കാം. ഓക്കെ, നമുക്ക് ഇത് വെച്ച് നമുക്ക് ഡൈ ഉണ്ടാക്കാം. ഓക്കെ, 3 ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഈ വൂള് ഈ വൂള് നമുക്ക് കളർ ചെയ്യണം. ലൈറ്റ് ഗ്രേ വൂളായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഡൈയും കൂടെ വേണം. ഒരു ഡൈ ഉണ്ട്. ഓക്കെ, ആൻഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബെഡും കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ ബെഡും കൂടെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റ് സമയത്താണ് ബെഡ് ഉണ്ടാക്കിയത്. ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, നൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഇരുന്ന് സൺസെറ്റ് കാണാം കുറച്ച് നേരം. ഓക്കെ ഗൈസ്, അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. നമുക്ക് സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമ്മൾ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡ് മുതൽ നമ്മളൊരു ഫുൾ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ CD കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരിക, എൻ്റെ കൂടെ കളിക്കുക, എൻ്റെ കൂടെ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യുക.
പിന്നെ ഫ്രീ ഫയർ ഗെയിം പ്ലേ ചോദിക്കുന്നത് ഫ്രീ ഫയർ ഗെയിം പ്ലേ ഉണ്ട്, മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഈ കേവിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഡെക്കറേറ്റീവ് ആണ്, നല്ലൊരു ഡെക്കറേറ്റീവ് ആണ് ഈ കേവ്. അടിപൊളി ഡെക്കറേറ്റീവ് ആണ് നമുക്ക് കേവ്. കണ്ടോ, അടിപൊളിയല്ലേ. നമുക്ക് എന്തെങ്കിലും വലിയൊരു ബിൽഡൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്കിന്ന് ഫുഡ് സോഴ്സ് ചീപ്പിന്റെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ മട്ടൻ കഴിക്കാം. I'm racist. ഓക്കെ. ഓ, ഇവിടെ ഗൈസ് വേറൊരു കേവ്. ഓക്കെ, ഇവിടെ ഇപ്പം എൻ്റെ ടോർച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം കയറുന്നില്ല. കയറി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അപ്പം നമുക്ക് ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന്. നല്ലൊരു പ്ലേസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അടിപൊളി പ്ലേസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നാളെ തൊട്ട് നമുക്ക് അടിപൊളി എപ്പിസോഡുമായിട്ട് ഞാൻ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്തായാലും എല്ലാ സൺഡേയും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സൺഡേയും ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.